Once again, welcome back to Moonglade Dog Live. കൂടെയുള്ളത് സൂര്യാണ്. ഇന്ന് നമ്മൾ ആക്ച്വലി ഒരു ബ്യൂട്ടി വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോണത്. എനിക്ക് വെർവിൻ്റെ ഒരു PR പാക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു നാല് പ്രൊഡക്റ്റോളം ഉണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാൻ തന്നെ വിചാരിച്ചത്. സോ ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലോട്ട് ചാടാം. ബ്രാൻഡിനെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ. വവ് ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് ആൻഡ് ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സും അതുപോലെ തന്നെ പാരബീൻസും സിലിക്കൺസും ഒന്നും യൂസ് ചെയ്യാണ്ട് നല്ല പ്രൊഡക്ട്സ് തരുന്ന ഒരു ബ്രാൻഡാണ് വവ്. ആൻഡ് വവിൻ്റെ കുറേ ഐറ്റംസ് ഞാൻ ഓൾറെഡി മുൻപ് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് യൂസ് ചെയ്ത എല്ലാ വീഡിയോസും ഒന്നിനൊന്നും മെച്ചം തന്നെയായിരുന്നു. എനിക്ക് പേഴ്സണലി ഷാംപൂ, ഇവരുടെ ഓയിൽ, പിന്നെ അവിടെ ഫേസ് വാഷ്, അങ്ങനെ. അപ്പോൾ ഇന്ന് എനിക്ക് വന്നിരിക്കുന്ന വവിൻ്റെ റേഞ്ചിൽ ഞാൻ യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം തന്നെ ഇവരുടെ അലോവേറ ഫോമിങ് ഫേസ് വാഷാണ്. അലോവേറയുടെ ഫോമിങ് ഫേസ് വാഷാണ് ഇവിടെ ആദ്യത്തെ പ്രൊഡക്റ്റ് വന്നിട്ട്. ഇതിൻ്റെ കൂടെ ഒരു നമുക്ക് അത്യാവശ്യം ഇങ്ങനെ സ്ക്രബ് ചെയ്യാൻ പറ്റുന്ന ഒരു സിൽക്കൺ ബ്രഷ് എല്ലാം ഉണ്ട്. ആൻഡ് ദിസ് ഇസ് റിയലി വെരി സോഫ്റ്റ്. പിന്നെ ഇവരിതിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ അതിലുള്ളത് അലോവേറയുടെ എക്സ്ട്രാക്റ്റും പിന്നെ ഹൈലറോണിക് ആസിഡും വിറ്റമിൻ B3 എല്ലാം അതിലുണ്ട്. ഫോർ ക്ലെൻസിങ് ആൻഡ് ഹൈഡ്രേറ്റിംഗ് പർപ്പസ് ആണ് ഇവരിത് പറയണത്. ആൻഡ് ഞാനിത് ഓൾമോസ്റ്റ് ഇപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 വീക്കായി. ആൻഡ് ഐ എം റിയലി വെരി ഹാപ്പി വിത്ത് ദിസ് പ്രോഡക്റ്റ് ബിക്കോസ് എനിക്കിഷ്ടമായി. നല്ലൊരു മീൻ ഫുൾ ഫേസും നമുക്ക് നല്ല ക്ലീനായി നല്ലൊരു പ്ലംപായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ഇത് യൂസ് ചെയ്യാൻ. ഞാൻ നല്ല ഇത് യൂസിങ് കാണിച്ചു തരാം. ദിസ് ഈസ് ദ ഫസ്റ്റ് പ്രൊഡക്റ്റ്. സോ നെക്സ്റ്റ് ടോണർ എന്ന് പറയുമ്പോൾ എല്ലാവരും നോർമലി ഞാൻ ഇതിന് മുമ്പിട്ട വീഡിയോ പറഞ്ഞ പോലെ നമ്മൾ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാൽ ടോണർ യൂസ് ചെയ്യുന്നുള്ളത് മസ്റ്റാണ്. ഇപ്പം ഞാൻ ടോണേഴ്സ് വന്നിട്ട് ആക്ച്വലി നമ്മൾ ഫേസ് ഇപ്പം കുറേ നമ്മൾ ട്രാവൽ ചെയ്ത ശേഷമൊക്കെ അത്യാവശ്യം ഡ്രൈ ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ ഇച്ചിരി ഡള്ളായി എന്നൊക്കെ ഫീൽ ചെയ്താൽ ഞാൻ ജസ്റ്റ് എടുക്കും, ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യും, എന്നിട്ട് ഒരു കോട്ടൺ വെച്ചിട്ട് തുടച്ച് കളയും. ഇപ്പം അങ്ങനെയും യൂസ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ഇതിനും ഞാൻ യൂസേജ് കാണിച്ചു തരാം. ഇപ്പം ഇത് വന്നിട്ട് വവിൻ്റെ ലാവെൻഡർ ആൻഡ് റോസ് സ്കിൻ മിസ്റ്റ് ടോണറാണ്. സോ ഇതിൻ്റെ സ്മെല്ലും മറ്റേ ലാവെൻഡർ എസെൻഷ്യൽ ഓയിൽ ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അതേ ഒരു സ്മെല്ലാണ്. സോ ദിസ് ഇസ് ദ സെക്കൻഡ് പ്രോഡക്റ്റ്. തേർഡ് പ്രോഡക്റ്റ് ഈസ് മൾട്ടിവിറ്റമിൻ ഫേസ് ക്രീം ആണ് ഇവരുടെ തേർഡ് പ്രോഡക്റ്റ് എനിക്ക് റിസീവ് ആയിട്ടുള്ളത്. നല്ല അടിപൊളി പാക്കേജിങ് ആണ്. ഇവിടെ എല്ലായിടത്താലും നല്ല അടിപൊളി പാക്കേജിങ് ആണ്. ഇതും അലോവേരയുടെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഐ മീൻ നല്ല രസമുള്ളൊരു ഫ്രേഗ്രൻസ് ആണ്, സ്മെല്ലല്ല, സോറി. ആൻഡ് ഇതിൽ വന്നിട്ട് ഇവർ പറയണത് വിറ്റമിൻ A, വിറ്റമിൻ B3, വിറ്റമിൻ B5, C ആൻഡ് E. ഇത് വന്നിട്ട് സൂത്തിങ്, ടോണിങ് ആൻഡ് റിവൈവിങ് ആണ് ഇവർ ആക്ച്വലി പറയുന്നത്. ആൻഡ് ഇതും ഞാൻ 1 വീക്കായി യൂസ് ചെയ്യണം. ആൻഡ് ഐ എം റിയലി ലവിങ് ദിസ് പ്രൊഡക്റ്റ്. എന്താണെന്നറിയില്ല, എനിക്ക് എൻ്റെ സ്കിൻ ടെക്സ്ചറായിട്ട് നല്ലോണം മാച്ചായി പോകുന്നുണ്ട് ഇത്. സോ ഇതും ഞാൻ ആപ്ലിക്കേഷൻസ് കാണിച്ചു തരാം. ആൻഡ് ഫൈനലി ടഡാ, വവിൻ്റെ ഓയിൽ ഫ്രീ ബ്ലെമിഷ് കെയർ സിറം. പൊതുവേ സിറംസ് എന്ന് പറയുമ്പം അറിയാമല്ലോ, ഇച്ചിരി ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയിരിക്കും, പെട്ടെന്ന് ഒരു ഓയിൽ പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇത് വന്നിട്ട് ഒരു അത്യാവശ്യം ഓയിൽ സ്കിന്നുള്ളവർ അല്ലെങ്കിൽ ഓയിൽ ടു ഒരു ഡ്രൈ സ്കിൻ, ഒരു കോമ്പിനേഷൻ സ്കിന്നുള്ളവർക്ക് ഇത് ഓക്കെയാണ്. ബിക്കോസ് ഇത് നമ്മൾ അപ്ലൈ ചെയ്ത ശേഷം ഒരു ജെൽ കൺസിസ്റ്റൻസി അതുകൊണ്ട് അപ്ലൈ ചെയ്ത ശേഷം തന്നെ അപ്പം തന്നെ അത് പെട്ടെന്ന് അത് സ്കിൻ അബ്സോർവ് ചെയ്തെടുക്കും. സോ എൻ്റെ സ്കിൻ കോമ്പിനേഷൻ ആയതുകൊണ്ട് ഐ എം റിയലി ലവിങ് ദിസ് പ്രൊഡക്റ്റ്. ആൻഡ് ഇതും ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങി. റിസൾട്ട് ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടില്ല, 1 വീക്കായി ഇതും യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ആൻഡ് ഇത് ബ്ലെമിഷ് കെയർ ആണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ആക്നീൻ്റെ സ്പോട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലാക്ക് സ്പോട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഇത് യൂസ് ചെയ്താൽ ഇത് എഫക്റ്റ് ചെയ്യും എന്നാണ് ഒരു ഇതിൽ പറഞ്ഞിരിക്കുന്നത്. സോ ഞാനെന്തായാലും യൂസ് ചെയ്ത് തുടങ്ങി.
ആൻഡ് വാട്ട് ഇസ് ദ റിസൾട്ട് എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ കാണാം. സോ ഇപ്പോൾ എൻ്റെ ഫേസ് ടോട്ടലി ക്ലീൻ ആണ്. സോ വിൽ സ്റ്റാർട്ട് ഫ്രം ഫേസ് വാഷ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. സോ ഓൾറെഡി പറഞ്ഞ പോലെ വവ്വിൻ്റെ അലോവേര റേഞ്ചിലുള്ള ഫേസ് വാഷാണ്. ഇതുവരെ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു. ഇറ്റ് നമ്മളെ ക്ലെൻസ് ചെയ്യും, ഹൈഡ്രേറ്റ് ചെയ്യും, അതുപോലെ തന്നെ ഒന്ന് നമ്മുടെ സ്കിന്നൊന്നും കൂടി അതിൻ്റെ ഒരു ടെക്സ്ചർ നല്ലോണം ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. പിന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സിലിക്കൺ ബ്രഷാണ്. അതിൻ്റെ ഒരു നമുക്കിങ്ങനെ സ്ക്രബ് ചെയ്ത് ചെയ്യാം. സോ ഇത് ഭയങ്കര സോഫ്റ്റാണ് ഇതിൻ്റെ ബ്രിസിൽസ്. നമുക്കൊരിക്കലും ഒരു ഹാർഡ്നെസ് ഇതിൽ ഫീൽ ചെയ്യില്ല. ഓക്കെ, ദെൻ പിന്നെ നിങ്ങൾക്ക് വോവൻ്റെ കാര്യത്തിൽ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുകയെന്ന് വെച്ചാൽ ഇവർക്ക് ഇവരുടെ ഒരു സ്കാനിങ് കോഡുണ്ട്. ഈ QR കോഡിൽ സ്കാൻ ചെയ്ത് വെച്ചാൽ ഇതിൻ്റെ ഒത്തൻസിറ്റി എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും, എത്ര നല്ല ബ്രാൻഡാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ ഇത് സ്കാൻ ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് $3.99 ആണ്. സോ ഇത് ഫോമിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ യു ഗെറ്റ് എ ഫോം. ഫോംസിൻ്റെ രൂപത്തിലാണ് വരിക. ആൻഡ് ഇത് ഡയറക്റ്റായിട്ട് നമ്മുടെ ഫേസിലോട്ട് നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യാം. ഇതുകൊണ്ട് ഒരു 3 പമ്പ് മതിയാവും. ഇവിടേക്ക് ഒരു പമ്പ്. സ്മെല്ല് പറയേണ്ട ആവശ്യമില്ലാത്ത ഇവിടെ ഒരു പമ്പ്. സ്മെല്ലിനെ കുറിച്ച് പറയേണ്ട ആവശ്യമേ വരുന്നില്ല. ശരിക്കും അലോവേരയുടെ ഒരു സ്മെല്ലുണ്ട്. ആൻഡ് ഐ റിയലി ലവ് ദ സ്മെൽ. നല്ല സ്മെല്ലാണ്. സോ സർക്കുലർ മോഷനിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ഫേസ് ആ ഒരു സർക്കുലർ കണ്ടോ, അറിയുന്നത് കണ്ടോ. സോ ഇങ്ങനെ ഒരു സർക്കുലർ മോഷനിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതൊന്ന് ഇവൻ ഓൺ യുവർ നെക്ക്. ഞാൻ നെക്കപ്പ് കാണിക്കുന്നില്ല. മൂക്കിൻ്റെ ആ 2 സൈഡിലും ബ്രഷ് ആയതുകൊണ്ട് സ്ക്രബിങ് പോലെ പറയാൻ പറ്റില്ല. നോർമൽ ഒരു ഫേസ് വാഷിന് പറ്റിയതാണ്. സ്ക്രബ് എന്ന് പറയുമ്പോൾ അത്രയും ഹാർഡല്ല, അതുകൊണ്ട് നമുക്കത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡെയിലി 2 times ആയാലും കുഴപ്പമൊന്നുമില്ല. സോ ഒരുപാട് ഐസിൻ്റെ അടുത്ത് പോകണ്ട. ആൻഡ് നന്നായിട്ട് ഒരു ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടൊരു 1 minute ആണ് മിനിമം നമ്മളൊരു ഫേസ് വാഷ് ചെയ്യുന്നതാണ് നമ്മുടെ ഫേസ് ടോട്ടലി ക്ലീൻ ആവുള്ളൂ. ഓക്കെ, നമുക്കിത് വാഷ് ചെയ്തിട്ട് വരാം. ഓക്കെ, സോ യു ക്യാൻ സീ ദ ഡിഫറൻസ്. ഫേസ് കംപ്ലീറ്റ്ലി ക്ലീൻ ആയി നല്ലൊരു പ്ലംപറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇറ്റ്സ് റിയലി ഫീലിംഗ് കൂൾ. പിന്നെ ഓൾവേസ് വാഷ് ദിസ് ബ്രിസിൽസ്. ഈ ബ്രിസിൽസ് ക്ലീൻ ചെയ്യുക ആഫ്റ്റർ യൂസ്. ആൻഡ് മെൻഷൻ ചെയ്യേണ്ട കാര്യം, ഇങ്ങനൊരു ക്യാപ്പ് വരുന്നതുകൊണ്ട് പിന്നെ ഹൈജീനിക്കും ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് പ്രൊസീജിയർ ടോണർ. ഐ ലവ് ടോണേഴ്സ്. ഭയങ്കര ഒരു റിഫ്രഷിങ് ആക്കും ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ ഫേസ് നല്ലപോലെ എന്താ പറയുക, നന്നായിട്ട് റിഫ്രഷിങ് തന്നെ ചെയ്യും. എനിക്ക് ടോണേഴ്സ് മെയിൻലി ഇപ്പം സപ്പോസ് ഇപ്പോൾ ലൈക്ക് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്ത പോലെ നിങ്ങളൊരു പുറത്തൊക്കെ പോയി ടയേർഡായ നിങ്ങൾ ആകെ ഒരു ലൈക്ക് ക്ഷീണിച്ച പോലെ വെച്ചാൽ ജസ്റ്റ് എടുക്കുക, ഒന്ന് സ്പ്രിറ്റ് ചെയ്യുക ഫേസിൽ ഫുള്ളായിട്ട് ഇങ്ങനെ സ്പ്രിറ്റ്സ് പോലെ ചെയ്യാം. അതിനുശേഷം ജസ്റ്റ് ഒരു 2 minutes കഴിഞ്ഞിട്ട് ഡാബ് ചെയ്തിട്ട് അല്ലെങ്കിൽ തുടച്ച് കളഞ്ഞാൽ യു വിൽ ഫീൽ റിഫ്രഷ്ഡ് അഗെയിൻ. സോ ഇത് ഇവരുടെ ലാവെൻഡർ ആൻഡ് റോസ് സ്കിൻ മിസ്റ്റ് ടോണറാണ്. ആൻഡ് ആഫ്റ്റർ ഫേസ് വാഷ് ഓബ്വിയസ്ലി യു ക്യാൻ യൂസ് ഇറ്റ് ഇഫ് നീഡഡ്. എപ്പോഴും അങ്ങനെ ഫേസ് വാഷിന് ശേഷം ടോണർ യൂസ് ചെയ്യണം എന്നുള്ളൊരു ഇതൊന്നുമില്ല. ഇറ്റ് ഈസ് അപ് ടു യു. പക്ഷെ യൂസ് ചെയ്തെന്നുള്ളത് യൂസ് ചെയ്തില്ലെങ്കിലും നോ ഇഷ്യൂസ്. അപ്പം ഇതിലും അവരുടെ ഒരു ഒത്തൻസിറ്റിയുടെ സ്കാൻ കോഡ് ഉണ്ട്. ആൻഡ് ദിസ് ഇസ് $4.99. അപ്പം ഇത് ലൈക്ക് ജസ്റ്റ് പിന്നെ സ്മെല്ല് ഇത് ഇസ് റിയലി ഓസം. ജസ്റ്റ് ഒന്ന് ഫേസിലോട്ടൊന്ന് കണ്ടില്ലേ നിങ്ങൾക്ക് ആ ഒരു ഓക്കെ. ജസ്റ്റ് കഴിക്കുക. ആഫ്റ്റർ ഒരു ടോണർ അടിച്ചു ഉടനെ തന്നെ ഡോണ്ട് അപ്ലൈ ദ ക്രീംസ്. വെയിറ്റ്
ഒരു 2 മിനിറ്റ്സ് എങ്കിലും വെയിറ്റ് ചെയ്യാം. ടോണറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓൾറെഡി ലെവൻഡർ ഉള്ളത് കൊണ്ട് നല്ല ഒരു സ്മെല്ലാണ് ഇതിന്. ഐ ജസ്റ്റ് ലവ് ദ സ്മെൽ. ലാവൻഡർ ഓയിൽ, എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഇവരിതിൽ പറയണത് ഹൈഡ്രേറ്റ് ചെയ്യും ആൻഡ് നമ്മുടെ ഫേസ് ഡള്ളാണെങ്കിൽ അത് റിസ്റ്റോർ ചെയ്യും, പിന്നെ ടോൺ ചെയ്യും, ഓയിലി സ്കിൻ ആണെങ്കിൽ ബാലൻസ് ചെയ്യും, ആൻഡ് പോസ് ടൈറ്റൻ ചെയ്യും, നമ്മുടെ ബ്ലെമിഷസ് ലൈറ്റ് ചെയ്യും, അങ്ങനെ എക്സെട്ര എക്സെട്ര. അതൊന്നും എനിക്കറിയില്ല എത്രത്തോളം അത് ഉണ്ടെന്നറിയില്ല. ബട്ട് ടോണർ ഈസ് ഓൾവേസ് ഫോർ റിഫ്രഷിങ് യുവർ ഫേസ്. ഓക്കെ, സോ വിൽ വെയിറ്റ് ആൻഡ് വിൽ മൂവ് ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. സോ ടോണറിന് ശേഷം ഫേസ് ഒന്ന് ഇതായിട്ടുണ്ട്. നെക്സ്റ്റ് വിൽ ഗോ വിത്ത് ദ അലോവേര മൾട്ടി വിറ്റമിൻ ഫേസ് ക്രീം. ആൻഡ് ഇതും അവർ പറയുന്നത് ഇറ്റ് ഹാസ് വിറ്റമിൻസ് ഓൾറെഡി ഞാൻ മെൻഷൻ, വിറ്റമിൻസ് എ, B3, B5 ഇതെല്ലാം ഉണ്ട്. ആൻഡ് ഇത് അവർ പറയുന്നത് ഫോർ ആൻറ്റി ഏജിങ് ആൻഡ് ഓൾസോ നമ്മുടെ സ്കിൻ കുറച്ചും കൂടി സ്മൂത്തനാക്കാൻ, ടെക്സ്ചർ സ്മൂത്തനാക്കാൻ, ആൻഡ് ഓൾസോ സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കിത് യൂസ് ചെയ്യുന്നതാണ്. സോ ഇതും ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ലൈക്ക് 1 week ആയി. ആൻഡ് ഐ എം റിയലി ലവിങ് ദിസ് പ്രൊഡക്റ്റ് ബിക്കോസ് ഐ ക്യാൻ റിയലി ഫീൽ ദ ഡിഫറൻസ് ഓൺ മൈ ഫേസ്. ആൻഡ് ഇത് പാക്കേജിങ് ഈസ് ഓസം. പിന്നെ ബിക്കോസ് ഭയങ്കര ഹൈജീനിക് ആണ്. യു ജസ്റ്റ് നീഡ് ടു പമ്പ്. ക്രീം വന്നത് കണ്ടോ, യു ജസ്റ്റ് പംപ്ഡ് ഓൺ ദ ടോപ്പ്, ക്രീം വരുന്നുണ്ട്. ഇത്രയും മതി നമ്മുടെ ഫേസിലോട്ട് ക്രീം. ആൻഡ് ഇതിൻ്റെ റേറ്റ് 599 ആണ്. ആൻഡ് ഇതെടുക്കാം, നമ്മുടെ കയ്യിലെടുക്കാം, നന്നായിട്ടൊന്ന് ഹീറ്റ് ചെയ്യാം, നന്നായിട്ട് അത് ഫേസിലും നെക്കിലും നന്നായിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, I don't know how many of you can feel a difference, but I do really feel a difference. ഒരു നല്ലൊരു ടെക്സ്ചർ തന്നെ വന്നിട്ടുണ്ട് ജസ്റ്റ് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴേക്കും. ആൻഡ് സീ ഒരു ഷൈനിങ് ഉണ്ട്. ആൻഡ് ഐ എം റിയലി ഫീലിംഗ് plumped up. Okay, so that's it. We'll move on to the next step. Serum ആണ്. ആക്ച്വലി സിറം ഞാൻ അങ്ങനെ രാവിലെ യൂസ് ചെയ്യാറില്ല. നൈറ്റ് ടൈമിലാണ് സിറംസ് യൂസ് ചെയ്യാറുള്ളൂ. ഇവിടെ ഐ ഷോ ഇറ്റ് ടു യു. ഇപ്പോൾ എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളത് ജസ്റ്റ് ഞാൻ ഷോ ചെയ്യാം. ഇത് ഇവിടെ ഓയിൽ ഫ്രീ ബ്ലെമിഷ് കെയർ സിറമാണ്. ഇത് ഒബ്വിയസ്ലി നമ്മുടെ ഫേസിലുള്ള ഇപ്പം എനിക്ക് അവിടെ ഒരു ചിക്കൻ ബോക്സിൻ്റെ ഒരു പാടുണ്ട്, ഇവിടെ ഒരു പാടുണ്ട്, ഇവിടെ ഒരു പാടുണ്ട്, പിന്നെ ഇവിടെ ഒരു പിമ്പിളും അതിൻ്റെ ഒരു പാടുണ്ട്. സോ ഈ ബ്ലെമിഷസിൽ മാത്രമാണ് ഈ ബ്ലെമിഷസ് എല്ലാം ഒന്ന് ലൈറ്റനാക്കും, കുറയ്ക്കാനാണ് മെയിൻലി ഇവരിത് പറയണത്. ആൻഡ് ഇതും 499 ആണ്. ആൻഡ് 50 ml ആണ് ഇതിൻ്റെ ബോട്ടിൽ വരുന്നത്. ഗ്ലാസ് ബോട്ടിൽസ് ആണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഗ്ലാസ് ബോട്ടിൽസ് ഭയങ്കര ഇഷ്ടമാണ് പ്ലാസ്റ്റിക്കിനേക്കാളും. ബിക്കോസ് നമ്മുടെ എർത്തിന് എൻവയറമെൻറ്റിൽ നമ്മൾ ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ് പ്ലാസ്റ്റിക്കിനെ അവോയ്ഡ് ചെയ്തിട്ട് ഗ്ലാസ് ബോട്ടിൽസിലോട്ട് വരാമെന്നുള്ളത്. പക്ഷേ എൻ്റെ ക്യാപ്പ് ഐ തിങ്ക് ദിസ് ഈസ് പ്ലാസ്റ്റിക് ഓൺലി. പക്ഷേ നോ പ്രോബ്ലം, ബട്ട് സ്റ്റിൽ ഗ്ലാസിൻ്റെ ഇത് വെക്കാൻ പറ്റില്ലല്ലോ അല്ലേ, ക്യാപ്പ്. ഓക്കെ, അപ്പം ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ ഗ്ലാസ് ബോട്ടിലാകുമ്പോഴൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ താഴെ വീണായിട്ടും പൊട്ടി. എത്ര പെട്ടെന്ന് പൊട്ടുമെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഇതുപോലത്തെ 2-3 ഇതുപോലെ തന്നെ സിറംസ് വാങ്ങിച്ചിട്ട് അറൗണ്ട് 1500-ഒക്കെ ചെറിയ ചെറിയ ബോട്ടിൽ സിറംസ് വാങ്ങിച്ച് താഴെ വീണ് പൊട്ടിപ്പോയി. അപ്പോൾ യു നീഡ് ടു ബി റിയലി കെയർഫുൾ വിത്ത് ദിസ്. ആൻഡ് സോ നമ്മൾ ക്രീം തേച്ചില്ലേ, ക്രീം തേച്ചു ഒരു 2 minutes ആയിട്ടുണ്ട്. സ്കിന്നിലോട്ട് നന്നായിട്ട് കയറിയിട്ടുണ്ട്. എല്ലാ സ്കിൻ കെയർ സ്റ്റെപ്സിൻ്റെ ഇടയിൽ അറ്റ്ലീസ്റ്റ് ലീവ് 2 to 3 minutes ഗ്യാപ്പ്. എന്നാൽ ആ തേച്ച കാര്യം നമ്മുടെ സ്കിന്നിലോട്ട് നന്നായിട്ട് അബ്സോർവ് ആവുന്നുണ്ട്. ഓക്കെ, സോ കീപ്പ് ഇൻ മൈൻഡ്. ഇത് നന്നായി ഷേക്ക് ചെയ്യുക. ആൻഡ് ഒരു 2 ഇതൊരു ജെൽ, അയ്യോ എന്താ വരാത്തെ,
ഇതിങ്ങനൊരു ഇങ്ങനത്തെ ഒരു ജെല്ല് പോലത്തെ ഒരു സാധനമാണ്. അത് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർവ് ആയി പോകും. അപ്പം ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഈ ഭാഗത്തുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെയുണ്ട്. ഓക്കെ, ഓക്കെ. പെട്ടെന്നത് സ്കിന്നിലോട്ട് അബ്സോർവ് ആവും. സോ ദാറ്റ് വർക്ക് പ്രൊഡക്ട്സിൻ്റെ യൂസേജ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ആൻഡ് ഓൾവേസ് ഒരു കാര്യം ശ്രദ്ധിക്കുക, ദാറ്റ് വൈൽ അപ്ലൈയിങ് എനി പ്രൊഡക്ട്സ് ഓൺ യുവർ ഫേസ്, മേക്ക് ഷുവർ യുവർ ഹാൻഡ്സ് ആർ ക്ലീൻ. നമ്മുടെ ഹാൻഡ്സിൽ നിന്നും നമ്മുടെ ഫേസിലോട്ട് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അതും മേക്ക് ഷുവർ യുവർ ഹാൻഡ്സ് ആർ ക്ലീൻ. ആൻഡ് അത്രയേ ഉള്ളൂ. സോ ഗായ്സ്, അത്ര തന്നെയാണ് നമ്മുടെ വവ് പ്രൊഡക്ട്സിനെ കുറിച്ചുള്ള റിവ്യൂ. ആൻഡ് 4 പ്രൊഡക്റ്റും എനിക്ക് ആക്ച്വലി വളരെയധികം ഇഷ്ടമായി. PR വന്നതുകൊണ്ട് ഞാൻ എന്തായാലും എനിക്ക് വീഡിയോയും ചെയ്യാൻ വിചാരിച്ചു. ആൻഡ് ഓൾസോ ഞാനത് എങ്ങനെ ഉണ്ടെന്നതും കൂടി ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് ഐ എം റിയലി ലവിങ് ദിസ് പ്രൊഡക്റ്റ്. ദിസ് ഇസ് റിയലി ഗുഡ്. ആൻഡ് ഓരോന്നും ഫേസ് വാഷ് ആണെങ്കിലും അതിൻ്റെ ടോണറാണെങ്കിലും ക്രീമാണെങ്കിലും സിറമാണെങ്കിലും എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടിട്ടുണ്ടാവും. സോ ഗോ ചെക്ക് ഔട്ട്. ആൻഡ് എപ്പോഴും പറഞ്ഞ പോലെ തന്നെ നല്ല വീഡിയോസ് കാണണമെങ്കിൽ അല്ലെങ്കിൽ ഈ ഫേസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എന്തായാലും താഴെ പോയിട്ട് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ആൻഡ് ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. ഇനിയും ഒരുപാട് ബ്യൂട്ടി വ്ളോഗ്സും ട്രാവൽ വ്ളോഗ്സും ഫുഡ് വ്ളോഗ്സായിട്ട് ഞാൻ തിരിച്ചു വരും. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം സുരിയ. ടാറ്റാ.